വളരെ സന്തോഷമുള്ള സന്ദർശനമായിരുന്നു അത്. തങ്ങളും നമ്മളൊക്കെ ആയിട്ട് അല്ലെങ്കിലും പണ്ടേ അങ്ങനെയാണല്ലോ, അത് ആ നിലക്ക് തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അടിയന്തര ചർച്ച ഒരുങ്ങിയത് പിന്നെ ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു. ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു. എല്ലാ പ്രശ്നവും പൂർണ്ണമായും പരിഹരിച്ചു. എല്ലാ പ്രശ്നവും പരിഹരിച്ചെന്ന് പറഞ്ഞുകൂടാ, നമ്മൾ തങ്ങൾക്കുള്ള വശമുണ്ടായ സംഗതികൾ പരിഹരിച്ചു. അത് തങ്ങളെ അവിടെ പോയി എന്താണ് സംസാരിച്ചത്, എന്തൊക്കെ വിഷയങ്ങളാണ് പ്രധാനമായിട്ട് ചർച്ചയ്ക്ക് ഉയർന്നു വന്നത്? അങ്ങനെ പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. നമ്മൾ തങ്ങൾക്ക് വിഷമുണ്ടായ വിഷയങ്ങളുടെ ഒരു വിശദീകരണം കൊടുത്തു. അത് തെറ്റിദ്ധാരണകൾ പരത്താനും ചില ആൾക്കാരൊക്കെ ഉള്ളിൽ കൂടെ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടൊക്കെ ഉണ്ടാകുന്നതാണത്. പിന്നെ കാര്യമായിട്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കി ഞങ്ങൾ ചാനലുകാർ തന്നെയാണ്. ചാനലുകാർ കൊടുത്തതാണ് ഏറ്റവും തെറ്റിദ്ധാരണ ഉണ്ടായത്. പ്രസ്താവനയ്ക്ക് ഖേദം പ്രകടിപ്പിക്കുകയാണോ ചെയ്തത്? ആര്, നമ്മളോ? അങ്ങനെ ഖേദത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ നമുക്ക്. പിന്നെ തങ്ങൾക്കും ഇങ്ങോട്ടും ഖേദമില്ല, അങ്ങോട്ടും ഖേദമൊന്നുമില്ല. നമ്മൾ പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ തമ്മിൽ എന്താ വിഷയം ഉണ്ടായിട്ട് പറഞ്ഞു തീർന്നാൽ തീർന്നില്ലേ, എത്രയല്ലേ ഉള്ളൂ. തുറന്ന് പറയാം. ആര് മാപ്പ് അള്ളാഹിനോടാ പറയാ. ഞങ്ങൾ അള്ളാഹുവിനോടല്ല വേറെ ആളും പറഞ്ഞു. ഞങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് പറയലാണ്. വേറെ ഒരാളോട് നമ്മൾ മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ തെറ്റും ചെയ്യാറില്ല. ഈ പൊതുമധ്യത്തിൽ ഇത്തരത്തിൽ നേതാക്കള് അല്ലെങ്കിൽ മതപണ്ഡിതരൊക്കെ സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി ജാഗ്രത പാലിക്കണ്ടേ? മാധ്യമങ്ങളുടെ തലയിലിട്ട് എല്ലാ മാധ്യമങ്ങളും തലയല്ല. ഈ വിഷയത്തിൽ മാധ്യമങ്ങളാണ് കൂടുതൽ. പ്രത്യേകിച്ച് നമ്മൾ ആ മീഡിയ പണ്ണുണ്ടല്ലോ, നിങ്ങൾ കൂടുതലുണ്ടോയെന്ന് എനിക്കറിയില്ല. അയാളിത് കുഴപ്പമുണ്ടാക്കാനായിട്ട് നടക്കുന്ന, ഞങ്ങളതിനെ സംബന്ധിച്ചൊരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ട് മീഡിയ പണ്ണിനെതിരെ. സബ് കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിരുന്നല്ലോ. അപ്പോൾ ഈ സബ് കമ്മിറ്റി അതായത് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചിരുന്നല്ലോ. ഇപ്പോഴും ഈ ലീഗ് അനുകൂല വിഭാഗം പറയുന്നത് ഉമർ ഫൈസിയെയും ഹമീദ് ഫൈസി അമ്പലക്കടവിനെയൊക്കെ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാണ്. അത് പലർക്കും പറയാം. അതിന് സ്വാതന്ത്ര്യമുണ്ട്, കുഴപ്പമില്ല, അതിന് സ്വാതന്ത്ര്യമുണ്ട്. ഇൻഷാ അല്ലാഹ്. അത് നിങ്ങളും വേണ്ട, എല്ലാവരും ചെയ്യേണ്ട വിഷയമാണത്. അത് പൊതുവായിട്ട് പറയാണ്, നല്ല വർത്താനേ പറയാവും, നല്ലതേ പറഞ്ഞോളൂ എന്നുള്ളതാണ്.